ലാലേട്ടൻ ഇപ്പൊ എല്ലാവർക്കും ഒരു ടാസ്ക് കൊടുത്തു കേട്ടോ. ഇംപ്രവൈസേഷൻ, എന്ത് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്താലാണ് ഫിനാലെ വരെ എത്താൻ പറ്റുന്നത് എന്ന് പറയണം. ഇതിനൊരു പൂമാല ഇട്ട് കൊടുക്കണം. എല്ലാവരും അവരവരുടെ ഗ്യാങ്ങിലുള്ളവരെ ഫോക്കസ് ചെയ്താണ് മാല ഇട്ടത്. അൻസിബ പോയി ഋഷിക്ക് ഇട്ടു, അഭിഷേക് പോയി ഋഷിക്ക്, പിന്നെ ഋഷി പോയി ജിൻഡോയ്ക്ക്, സായി പോയി സിജോയ്ക്ക്, സിജോ നന്ദനയ്ക്ക് ഇട്ടു, പിന്നെ നന്ദന സായിക്ക്, ജാസ്മിൻ അപ്സരയ്ക്കാണ് മാല കൊടുത്തത്, നോറ അൻസിബയ്ക്കാണ് മാല കൊടുത്തത്, പിന്നെ ജിൻഡോയ്ക്ക് മാല ഇട്ട് കൊടുത്തത് ആരാണെന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടും. അത് അർജുനാണ്. ജിൻഡോ ചേട്ടനെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയതിൽ പിന്നെ പുള്ളി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഫിസിക്കൽ ടാസ്കിലൊക്കെ അതിനുശേഷം ഡൗൺ ആയി. ഒരു കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജിൻഡോ ടോപ്പ് 5 വരും എന്നൊരു കാര്യം അർജുൻ പറയുന്നുണ്ട്. അർജുൻ ഈ ചെയ്തതിനെ ഒരു ഡിപ്ലോമസി ആയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് കാണാം. അത് ഞാൻ പ്രേക്ഷകരിലേക്ക് വിട്ടു തന്നിരിക്കുകയാണ്. നിങ്ങൾ കമന്റ് ഇട്ട് പറയുക, അർജുൻ ഡിപ്ലോമാറ്റിക് ആയിട്ടാണോ ഈ ഒരു ഗെയിം കളിച്ചത് എന്നുള്ളത്. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. അർജുൻ ഒരു ജെന്റിൽമാൻ ആണ്. പുള്ളിക്ക് പ്രേക്ഷകരെ എവിടെ എങ്ങനെ ക്യാച്ച് ചെയ്യണം അല്ലെങ്കിൽ വോട്ട് പിടിക്കണം എന്ന് വ്യക്തമായിട്ട് അറിയാം. സോ ഇതൊരു ഓഡിയൻസ് ഗെയിം തന്നെയാണ്. ജിൻഡോയ്ക്ക് മാല ഇട്ടുകൊണ്ട് തന്നെ ആയിരിക്കും അർജുന് ജിൻഡോ പോയി ഒരു മാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങോട്ടൊരു ഹാരം ഇങ്ങോട്ടൊരു ഹാരം, ആ പരിപാടിയാണ്. പിന്നെ ഋഷി മാല കൊടുത്തത് ജിൻഡോയ്ക്കാണ്. 2 മാലയാണ് ജിൻഡോയ്ക്ക് കിട്ടിയത്. അതായിരുന്നു ഈ ഒരു ഹാരം ടാസ്ക്. പിന്നെ ക്യാപ്റ്റൻസി ടാസ്കുകൾ ഇപ്പൊ കഴിഞ്ഞു. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.